കിങ്സ് മൈൻഡ് സെറ്റിന്റെ 9ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. യു ബിക്കം ഹു യു ഡ്രിങ്ക് കോഫി വിത്ത്. നിങ്ങൾ ആരെ കൂടെയാണോ കോഫി കുടിക്കുന്നത് അവരെ പോലെ ആയിത്തീരുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇൻകം, ബിഹേവിയർ, ക്യാരക്ടർ, ആറ്റിറ്റ്യൂഡ് ഇവ നിങ്ങളെയും സ്വാധീനിക്കുന്നു. നിങ്ങളുടെ ഏറ്റവും അടുത്ത 10 സുഹൃത്തുക്കളുടെ ഇൻകം ടാലി ചെയ്ത് അതിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻകം അതിന്റെ മുകളിൽ വരില്ല എന്നുള്ളതാണ് കണക്കുകൾ. അല്ലെങ്കിൽ പലപ്പോഴും യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർത്ത് എന്ന് പറയാറുണ്ട്. നിങ്ങളുടെ നെറ്റ്വർത്ത് ആണ് നിങ്ങളുടെ നെറ്റ്വർക്കായിട്ട് മാറുന്നത്. അതായത് പലപ്പോഴും ഒരു കഥയുണ്ട്. ഒരാൾക്ക് ഒരു പരുന്തിന്റെ മുട്ട കിട്ടി. ആ പരുന്തിന്റെ ഈഗിളിന്റെ മുട്ട അദ്ദേഹം കൊണ്ടുപോയിട്ട് ചിക്കൻസിന്റെ കൂട്ടിൽ വെച്ചു. ചിക്കൻസിന്റെ കൂട്ടിൽ പരുന്ത് എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ രാജാവാണ്. ഏറ്റവും കാലം ജീവിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ശക്തനായ പക്ഷിയാണ് പരുന്ത്. പക്ഷേ വെച്ചത് എവിടെയാണ്? ചിക്കൻസിന്റെ കൂട്ടിലാണ്. ചിക്കൻസിന്റെ കുറെ ഹാബിറ്റ്സുകൾ ഉണ്ട്. ചിക്കൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ പരുന്തും ചിക്കൻസിന്റെ കൂടെയാണ് വളർന്നത്, അതിന്റെ കൂടെയാണ് മുട്ട വിരിഞ്ഞത്. അപ്പൊ ചിക്കൻസ് എന്താണോ ചെയ്യുന്നത് അത് പരുന്തും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. പരുന്ത് വലുതായപ്പോൾ തന്റെ അമ്മയോട്, തള്ളക്കോഴിയോട് ചോദിച്ചു. ഒരു ദിവസം ആകാശത്ത് വട്ടമിട്ട് നടക്കുന്ന പക്ഷിയെ കണ്ടപ്പോൾ who is that, which is that gigantic powerful bird which is flying in the sky, ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ആ ശക്തനായ പക്ഷി ഏതാണ് അമ്മേ? അപ്പൊ അമ്മ പറഞ്ഞു, ഇറ്റ് ഈസ് എൻ ഈഗിൾ. അത് പരുന്താണ്, അത് കൃഷ്ണപരുന്താണ്. അവൻ നിന്നെ റാഞ്ച് കൊണ്ടുപോകും. അപ്പൊ നീ അവനെ കാണുമ്പോൾ ഒളിച്ച് എന്റെ ചിറകിനുള്ളിൽ ഒളിച്ചിരിക്കണം എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞ ഉപദേശം ഇവൻ കേട്ടു. അപ്പോ അവൻ ജനിച്ചത് ഒരു പരുന്താണെങ്കിലും അവൻ ചിക്കനായിട്ട് ചത്തുപോയി. ലോകം മൊത്തം കീഴടക്കാമായിരുന്നു, ലോകം മൊത്തം പറക്കാമായിരുന്നിട്ടും ഒരിക്കൽ കൂടി അവൻ പറന്നു നോക്കിയില്ല. കാരണം അവൻ അസോസിയേറ്റ് ചെയ്തത് ചിക്കൻസിന്റെ കൂടെയാണ്. സോ ഇഫ് യു വാണ്ട് ടു ഫ്ലൈ ലൈക്ക് എൻ ഈഗിൾ, നിനക്കൊരു പരുന്തിനെ പോലെ പറക്കണം എന്നുണ്ടെങ്കിൽ, ലോകം കീഴടക്കണം എന്നുണ്ടെങ്കിൽ, ഇഫ് യു വാണ്ട് ടു ബിക്കം എ global businessman, you have to associate with the business people. If you want to become a doctor, associate with doctors. If you want to become engineers, associate with engineers. നിങ്ങളൊരു കേക്ക് മേക്കറുമായിട്ട് അസോസിയേറ്റ് ചെയ്താൽ നിങ്ങളൊരു കേക്ക് മേക്കർ ആയിട്ട് മാറുന്നു. We become our association. So walk with giants and sit with the titans in your industry.